ലോക വ്യോമശക്തികളിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഉള്ള കുതിപ്പിലാണ് ഇന്ത്യൻ എയർഫോഴ്സ്. അവരുടെ മോട്ടോ തന്നെ നമ സ്പർശ ദീപ്തം എന്നാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്ക് ടച്ചിങ് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്ന്. ആകാശത്ത് നമുക്ക് പലപ്പോഴും കീഴടക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഭൂമിയാണ് ഇന്ത്യൻ എയർഫോഴ്സിന് പലപ്പോഴും വെല്ലുവിളിയായിട്ടുള്ളത്. യുദ്ധ സാഹചര്യങ്ങളിലോ യുദ്ധസമാന സാഹചര്യങ്ങളിലോ ശത്രുക്കൾ ആക്രമിക്കുന്നത് നമ്മുടെ റൺവേകളാണ് എന്നുള്ളത് വളരെ വിസ്മയകരമായ ഒരു കാര്യമാണ്. ഒരു എയർബേസിൽ അവരുടെ ശത്രുക്കളുടെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റൺവേകളാണ്. കാര്യം ഈ റൺവേകളുടെ പുറകിലുള്ള സുരക്ഷിതമായ സ്ഥലത്താണ് നമ്മുടെ വിമാനങ്ങൾ ഓപ്പറേഷണൽ റെഡിനെസ് ആയിട്ട് നിർത്തിയിരിക്കുന്നത്. ഒരു യുദ്ധ സാഹചര്യത്തിൽ ഈ സുരക്ഷിത താവളങ്ങളിൽ നിന്ന്, ബ്ലാസ്പെൻ പോലുള്ള താവളങ്ങളിൽ നിന്ന് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ പുറത്തിറങ്ങുന്നത് ഈ റൺവേയിലേക്കാണ്. ഈ റൺവേകൾ തകർത്തു കഴിഞ്ഞാൽ നമുക്ക് വിമാനങ്ങൾ പുറത്തോട്ട് ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതായത് നമ്മുടെ സർവ്വസജ്ജമായ സർവ്വ ആയുധ വിഭൂഷിതമായ നമ്മുടെ വിമാനങ്ങൾ നമ്മുടെ ബേകളിൽ തന്നെ ഒതുക്കിയിടുന്ന ഒരു ശത്രുവിൻ്റെ തന്ത്രമാണത്. ഇത് അതിജീവിക്കാൻ വളരെ പാടാണ്. നമ്മുടെ പല യുദ്ധങ്ങളിലും നമ്മൾ നേരിട്ട അന്ന് തകർത്ത പല റൺവേകളും ഇന്നും നമ്മൾ സ്മാരകമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും പേടിക്കണം, നമ്മളെപ്പോഴും കരുതലെടുക്കണം, ജാഗ്രത വേണം. കാര്യം നമ്മുടെ റൺവേകളാണ് നമ്മുടെ മുന്നോട്ടുള്ള കുതിപ്പിൻ്റെ യഥാർത്ഥ ശക്തി. രണ്ടാമതായിട്ട് നമ്മുടെ ആകാശത്തേക്ക് പറന്ന വിമാനങ്ങൾ തിരിച്ചിറങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ റൺവേകൾ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യവും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. പ്രത്യേകിച്ചും ഭാരമേറിയ വിമാനങ്ങൾ, അവയ്ക്ക് ലാൻഡിങ്ങിന് ഒത്തിരി ദൂരം വേണ്ടിവരും. 2 മുതൽ 3 കിലോമീറ്റർ വരെ നീളമുള്ള സ്ട്രെയിറ്റ് റൺവേകൾ വേണ്ടിവരും. നമ്മുടെ സൈനികരെയും യുദ്ധസാമഗ്രികളെയും ഈവൻ വലിയ ടാങ്കുകളെ തന്നെ വഹിക്കുന്ന വലിയ വിമാനങ്ങൾ നമുക്കുണ്ട്. ഈ വിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് റൺവേ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യവും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായ ശ്രീ നിതിൻ ഗഡ്കരി, അദ്ദേഹം ഈ മന്ത്രാലയത്തിൻ്റെ ചുമതല ഏറ്റ് തുടങ്ങിയത് തൊട്ട് അദ്ദേഹത്തിൻ്റെ കൺമുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ റൺവേകൾ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഈ ഉപരിതല ഗതാഗതവും റൺവേയും എയർഫോഴ്സും ഡിഫൻസുമായിട്ടൊക്കെ എന്താ ബന്ധമെന്ന്. വളരെ വലിയൊരു ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിലാണ് നമ്മുടെ വിശാലമായ റോഡുകൾ, അവയ്ക്ക് കുറച്ചുകൂടി കരുത്ത് നൽകി അവയെല്ലാം നമ്മുടെ റൺവേകളാക്കി മാറ്റുന്ന ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് നമ്മൾ കണ്ടത്. അതോടെ ഇന്ത്യയുടെ ഏത് ഭാഗത്തും ഒരു വിമാനത്താവളം ഇല്ലെങ്കിൽ പോലും, ഒരു റൺവേ ഇല്ലെങ്കിൽ പോലും നമ്മുടെ വിമാനങ്ങൾ, അത് യുദ്ധവിമാനങ്ങൾ വളരെ സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ റോഡുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ആദ്യം ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയത് വിശാലമായ റോഡുകളുള്ള ജോധ്പൂർ, രാജസ്ഥാൻ, പിന്നെ ഡൽഹി, നോയിഡ, ആ ഏരിയകളിലാണ്. അതിൽ നിന്ന് ഒരു പടി കൂടെ കടന്ന് ഇന്നലെ നടന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഹട്ടിയിലെ നമ്മുടെ ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും അടുത്തുള്ള ഒരു എയർബേസാണ് ചബുവ. ചബുവയിൽ നിന്നും C-130J വിമാനത്തിൽ ശ്രീ നരേന്ദ്രമോദി എയർഫീൽഡിൽ പറന്നിറങ്ങി എന്നുള്ളതാണ്. അദ്ദേഹം നാഷണൽ ഹൈവേ 37 ലാൻഡ് ചെയ്തത്. പ്രധാനമന്ത്രിക്ക് ലാൻഡ് ചെയ്യാൻ ഒരു വിമാനത്താവളമോ അല്ലെങ്കിൽ റൺവേയോ കിട്ടാത്തതുകൊണ്ടല്ല അദ്ദേഹം ചെയ്തത്. നമ്മുടെ രാജ്യത്തിലെ പൈലറ്റുമാർക്കും സർവീസിനും കൂടുതൽ ഊർജവും ആത്മവിശ്വാസവും നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു എയർ ഷോ നടത്തിയത്. 100 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ സൗകര്യം രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയ്ക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും വലിയ മുതൽക്കൂട്ടാണ്. യുദ്ധവിമാനങ്ങൾക്കും ട്രാൻസ്പോർട്ട് വിമാനങ്ങൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ റൺവേ ദിബ്രുഗഡ് വിമാനത്താവളത്തിന് ഒരു ബദലായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുള്ളതാണ്. 40 ടൺ വരെയുള്ള യുദ്ധവിമാനങ്ങളും 74 ടൺ ഭാരമുള്ള വലിയ വിമാനങ്ങളും ഈ
റൺവേയിൽ ഇറങ്ങാൻ സാധിക്കും. ഈ റൺവേ എന്ന് തന്നെ പറയും, ഈ റോഡിൽ ഇറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ലാൻഡിങ്ങിന് ശേഷം നമ്മുടെ ഏറ്റവും മുൻനിര വിമാനങ്ങളായ തേജസ്, സുഖോയ്, റഫാൽ തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ അണിനിരന്ന 40 മിനിറ്റ് നീണ്ട വ്യോമാഭ്യാസ പ്രകടനത്തിനും പ്രധാനമന്ത്രി സാക്ഷിയായി. തുടർന്ന് ഗുവാഹട്ടിയിലെയും നോർത്ത് ഗുവാഹട്ടിയെയും ബന്ധിക്കുന്ന ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള നിർണായക പാലവും അദ്ദേഹം ജനങ്ങൾക്കായി സമർപ്പിച്ചു. എന്തായാലും ഇത് നമ്മുടെ എയർഫോഴ്സിൻ്റെ, പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റ് മേഖലയുടെ ചിക്കൻ നെക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ തുക്കട ടീം കൂടെ കുറേ ഉണ്ട്. നമ്മുടെ ഈ ആഭ്യന്തരമന്ത്രി പറഞ്ഞ പോലെ രാജ്യത്തെ തുക്കടയാക്കാൻ നടക്കുന്ന കുറേ പേരുണ്ട്. അത് നമ്മുടെ കേരളമുണ്ട്. കട്ടിങ് സൗത്തിനെ പ്രത്യേകമാക്കുക, നോർത്ത് ഈസ്റ്റ് പ്രത്യേകമാക്കുക, ഇന്ത്യയെ അപരാധിക്കാൻ നടക്കുന്ന കുറേ എംബോക്കുകൾ നമ്മുടെ രാജ്യത്തും അയൽ രാജ്യത്തുമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും നാണം കെട്ട ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽ രാജ്യത്തുള്ളവർ ഈ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ തന്നെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന, സ്വന്തം മാതാവിനെ ഒറ്റുകൊടുക്കുന്ന കുറേ രാജ്യദ്രോഹികളും നമ്മുടെ രാജ്യത്തുണ്ട്. അവരൊക്കെ അർബൻ നക്സലൈറ്റുകൾ എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുകയും ഇന്ത്യക്ക് കുറുകയും നെടുകയും നടക്കുകയും യാത്രകൾ നടത്തുകയും ചെയ്യുന്നു. ഇവരുടെയൊക്കെ ഉദ്ദേശം രാജ്യത്തെ 4, 8, 10, 16 ആയിട്ട് കീറി മുറിക്കുക എന്നും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ശക്തിയെ ലോകത്തിലെ മറ്റു ശക്തികൾക്ക് ഒരു വെല്ലുവിളി ആവുന്നത് തടയുകയുമാണ്. എന്തായാലും ചിക്കൻ നെക്ക് എന്ന് വിളിക്കുന്ന നോർത്ത് ഈസ്റ്റിൽ തന്നെ ഇത്തരമൊരു ലാൻഡിംഗ് നടത്തുകയും നമ്മുടെ അതിർത്തികളെല്ലാം സുരക്ഷിതമാണെന്ന് നമ്മളുടെ എയർ സുപ്പീരിയോറിറ്റി ലോകത്തെ മുഴുവൻ കാണിക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ ശത്രുക്കളുടെ നെഞ്ചിൽ തന്നെ ആ വിമാനം ഇറക്കി നമ്മൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.